ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ വേറൊരു ലോങ് വീഡിയോ ആയിട്ട് വന്നതാണ് കേട്ടോ. സോ ആദ്യം തന്നെ ഞാൻ സ്റ്റഡി വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. അപ്പോൾ അതേ രാവിലെ അല്ല, ഇത് രാത്രിയാണ്. രാത്രി ഒരു 11:45 വരെ ഞാനിരുന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. 11:45 12 മണി വരെ കുറച്ച് പഠിച്ചു, മാത്സ് പഠിച്ചു. പിന്നെ ബാക്കിയുള്ളത് നോട്ട് കംപ്ലീഷൻ ആയിരുന്നു. അപ്പോൾ നോട്ട് കംപ്ലീഷനൊക്കെ കഴിയുമ്പോൾ നമ്മൾ വെറുതെ ഇരുന്ന് എഴുതിയാൽ അത്രയ്ക്കൊരു രസമില്ലല്ലോ. സോ ഞാൻ ഇതുപോലെ നമ്മുടെ സീരീസൊക്കെ കണ്ടിട്ടാണ് കാണുന്നത്. സോ ഇത് നമ്മുടെ ഏത് സീരീസ് എന്ന് മറന്നുപോയി ഗൈസ് ഇത്. സോ ഇത് കണ്ടുകൊണ്ടായിരുന്നു ഞാൻ എഴുതുന്നത്. എൻ്റെ ഫോണാണിത്. ഫോൺ നോക്കണ്ടായും പൊട്ടിപ്പൊളിഞ്ഞൊക്കെ ഇരിക്കുവാണ്. ഇത്രയും നേരം ഞാൻ ടി വിയിലായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. അപ്പം ടി വിയിൽ കാണുമ്പോൾ എഴുതാൻ പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ നോക്കും എഴുതുമ്പം തെറ്റിപ്പോകും. അപ്പം ഞാൻ ടി വിയൊക്കെ ഓഫ് ചെയ്തിട്ട് നമ്മുടെ ഫോണിലേക്ക് മാറ്റി. അതാകുമ്പോൾ അടുത്തുണ്ടല്ലോ. പിന്നെ ഈ ക്ലിപ്പ് ഇന്ന് രാവിലത്തെയാണ്. ഇന്ന് രാവിലെ ഒരു 6 മണിയാകുമ്പോഴാണ് ഞാനിത് ശരിക്കും പറഞ്ഞാൽ വോയിസ് ഓവർ കൊടുക്കണത്. അപ്പോൾ 5 മണി ആയപ്പോഴാണ് ഞാൻ എഴുന്നേറ്റത്. സോ അപ്പോൾ 5 മണിയല്ല, 5:15. അപ്പോൾ രാവിലെ എഴുന്നേൽക്കാമെന്നുള്ളൊരു പണിയിലായിരുന്നു ഞാൻ. ഇത്രയും നാളായിട്ട് രാവിലെ എഴുന്നേറ്റിട്ടില്ല, കുറേ ദിവസമായി എഴുന്നേറ്റിട്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ കട്ടൻ ചായയൊക്കെ അച്ചമ്മ കൊണ്ടുവന്ന് തന്നു. അപ്പോൾ നോക്കിയപ്പോൾ നെറ്റില്ല, കഥം. നമ്മൾ വൈഫൈ ഓണാക്കിയിട്ടില്ലായിരുന്നു. ഇവിടെ ഓണാക്കിയിട്ടുണ്ട്, നെറ്റ് ബോക്സ് ഓണാക്കിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് വൈഫൈ കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഓർത്ത് ഓണാക്കി കഴിഞ്ഞ് ഞാൻ എന്തായാലും പിന്നെ അത് കണ്ടുകൊണ്ടിരിക്കും. പിന്നെ വേണ്ടാന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് നമ്മൾ അത് കുറച്ച് നേരമൊക്കെ കുടിച്ചൊന്ന് റെസ്റ്റ് ചെയ്തു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരമൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്താലേ പഠിക്കാനുള്ളൊരു മൂഡ് വരുള്ളൂ. സോ അങ്ങനെ കുറച്ചൊക്കെ കുടിച്ചൊക്കെ പിന്നെ പഠിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ചൊക്കെ ഒരിതുണ്ടെങ്കിലും പക്ഷേ ഒരു ഡിസ്ട്രാക്ഷൻസ് ഒന്നും. രാവിലെ എഴുന്നേൽക്കുമ്പോൾ പിന്നെ ഫ്രഷ് മൈൻഡ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെറുതെ വായിച്ച് വിട്ടാൽ മതി. അപ്പം തന്നെ കുറേയൊക്കെ മനസ്സിലാവും കേട്ടോ. കമ്പാരിറ്റീവ്ലി നമ്മൾ വേറെ സമയത്തൊക്കെ പഠിക്കുമ്പോൾ രാവിലെ പഠിക്കുന്നതാണ് നല്ലത്. എന്താണെന്ന് വെച്ചാൽ ഫ്രഷ് മൈൻഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒന്നും കറക്റ്റായിട്ട് നമ്മൾ പഠിക്കണ പോലെ പഠിക്കേണ്ട. വായിച്ച് വിടുമ്പം തന്നെ അത്യാവശ്യം കാര്യങ്ങൾ മനസ്സിലാവും. അപ്പം നല്ലോണം പഠിച്ചു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റും. അങ്ങനെയാണ് കേട്ടോ. ഞാൻ കുറേ ദിവസമായി ഇപ്പോൾ എഴുന്നേറ്റിട്ട് ഞാൻ രാത്രി ഇരുന്ന് പഠിക്കുമായിരുന്നു കുറേ ദിവസം. മീൻസ് ഒരു 12 മണി ഇരിക്കും. എല്ലാ ദിവസവും അല്ല, ഇടയ്ക്കിടയ്ക്ക് എക്സാമിൻ്റെ ഡേയ്സ് മാത്രം. അത് നമുക്ക് അങ്ങനെയാണല്ലോ. പിന്നെ നിങ്ങൾക്ക് എന്ത് വീഡിയോ ആണ് ഇനി നെക്സ്റ്റ് വേണ്ടതെന്നൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ പുതപ്പെടുത്തിട്ട് പിന്നെ സ്ക്രോൾ ചെയ്യാൻ വന്നപ്പോഴാണ് അയ്യോ വീഡിയോ ഉണക്കി വെച്ചിരിക്കുകയാണല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ സ്ക്രോൾ ചെയ്യില്ല. അങ്ങനെ ഒരു ഉപകാരമുണ്ട് വീഡിയോയ്ക്ക്. ഞാൻ എപ്പോഴും അങ്ങനെ കേട്ടോ, പുതപ്പൊക്കെ ഇട്ടാൽ പഠിക്കാറ്. അമ്മ എപ്പോഴും പറയാറുണ്ട് പുതപ്പിട്ട ഉറക്കം വരില്ലേ. ഉറക്കം വരും, പക്ഷെ എന്നാലും ഒരു കോസി വൈബ് കിട്ടിയാലേ എനിക്ക് പഠിക്കാൻ പറ്റുള്ളൂ. നമ്മൾ രാവിലെ തന്നെ ഇങ്ങനത്തെ തിയറീസൊക്കെ പോലത്തെ ഈ സോഷ്യലൊക്കെ എടുത്തു കഴിഞ്ഞാൽ കുറച്ച് ഉറക്കം വരും. പക്ഷേ എന്നാലും സഹിച്ച് ഞാൻ പഠിക്കുന്നുണ്ട്. ഒരു ക്വസ്റ്റ്യൻ ആൻസർ ഞാൻ പഠിച്ചു കഴിഞ്ഞു, എന്നിട്ടാണ് ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്നത്. ബിക്കോസ് ഒരു ക്വസ്റ്റ്യൻ ആൻസർ എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം വലുതാണ്. അപ്പോൾ അത്യാവശ്യം ചെറുതാണെന്ന് പറയാം കമ്പാരിറ്റീവ്ലി. ഞങ്ങളുടെ വേറെ ചാപ്റ്റേഴ്സൊക്കെ ഇതിലും ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ. സോ അത് ഞാൻ പഠിച്ചു കഴിഞ്ഞു. വെറുതെ വായിച്ച് വിട്ടപ്പോൾ തന്നെ ഏകദേശം പഠനം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി വരുവാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ പഠിക്കാൻ വേണ്ടി വന്നപ്പോഴാണ് ഞാൻ വിചാരിച്ചത് എന്നാൽ കുറച്ചൊക്കെ വോയിസ് ഓവർ ചെയ്ത് വെച്ചാൽ എനിക്കത് സിമ്പിളായിരിക്കുമല്ലോ ഇനി ചെയ്യാനായിട്ട്. അപ്പോൾ ഇനി ഇത്രയും ഉണ്ട് പഠിക്കാൻ. 7 ക്വസ്റ്റ്യൻസ് എന്തോ ഉണ്ടായിരുന്നു. ഞാൻ ക്വസ്റ്റ്യൻ ആൻസർ മാത്രം പഠിച്ചാൽ പോരല്ലോ, നമുക്ക് ടെക്സ്റ്റും കൂടി പഠിക്കണമല്ലോ. അത് കഴിഞ്ഞ് ഗൈസ് ഞാൻ സോഷ്യൽ കുറച്ച് കഴിഞ്ഞപ്പം ഞാൻ ജനലൊക്കെ തുറന്നിട്ടിട്ട് അങ്ങനെ പഠിക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ജനലൊക്കെ തുറക്കാനുള്ളൊരു പുറപ്പാടിലായിരുന്നു. അതൊന്നും വീഡിയോ എടുത്തില്ല കേട്ടോ, ഞാൻ മറന്നുപോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ പഠിക്കുകയാണ് വീണ്ടും. സോഷ്യൽ തന്നെ തിയറി ആയതുകൊണ്ട് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ബോറടിക്കുമല്ലോ ആസ് യൂഷ്വൽ. അപ്പോൾ ഞാൻ എപ്പോഴും എന്താ ചെയ്യാറെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോറടിക്കുമ്പോൾ അങ്ങോട്ട് നിർത്തും. അത് കഴിഞ്ഞിട്ട് നമ്മൾ വേറെ എന്തെങ്കിലും ഒരു സബ്ജക്റ്റ് പഠിച്ച് കഴിയുമ്പോൾ വീണ്ടും തുടങ്ങും. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പിന്നെയും കുറച്ചെങ്കിലുമൊക്കെ കംപ്ലീറ്റ് ആക്കാൻ പറ്റാറുണ്ട്. അപ്പോൾ അതൊക്കെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ രാവിലെ എഴുന്നേറ്റിരുന്ന് പഠിക്കണം കുറേ ദിവസമായി. അതുകൊണ്ട് തന്നെ നല്ലോണം ഉറക്കം വരുന്നുണ്ട്. കുറേ ദിവസമായെന്ന് വെച്ചാൽ കുറേ ദിവസമായിട്ട് നല്ലോണം ഉറക്കമൊക്കെ വരും. പക്ഷേ ഞാനതൊന്നും മൈൻഡ് ചെയ്യാറില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് ഉറക്കം വന്നാലും എങ്ങനെയെങ്കിലും തീർക്കണം എന്നുള്ളൊരു രീതിയിൽ ഞാൻ അങ്ങോട്ട് പോകും. അങ്ങനെ പഠിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ബോറടിക്കാൻ തുടങ്ങി. അപ്പം ഞാൻ എന്തെടുത്തു, ഞാൻ കുറേ നേരം ഇങ്ങനെ ഇരുന്നതല്ലേ, അങ്ങനെ വിചാരിച്ചിട്ടാണ് എഴുന്നേറ്റിരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും ബോറടിച്ചു. പിന്നെ നമ്മൾ എന്താ ചെയ്യുക, പഠിച്ച് തീർത്തല്ലേ പറ്റൂ. ഇല്ലാന്നുണ്ടെങ്കിൽ എക്സാമിൻ്റെ സമയത്ത് ഒരു ലോഡ് പഠിക്കാനുണ്ടാവും. അതിനേക്കാളും നല്ലത് ഇച്ചിരി കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും നേരത്തെ പഠിച്ച് തീർക്കുന്നതല്ലേ. പിന്നെ ഞാൻ പൊതുവെ പെട്ടെന്ന് ഡിസ്ട്രാക്റ്റഡ് ആവുന്ന കൂട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, പെട്ടെന്ന് ഡിസ്ട്രാക്റ്റഡ് ആവും. വേറെ ഒന്നും വേണ്ട എനിക്ക് ഡിസ്ട്രാക്റ്റഡ് ആകാൻ. എനിക്ക് ജസ്റ്റ് ഒരു ഫോണോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മതി ഡിസ്ട്രാക്റ്റഡ് ആവും. ഇപ്പോൾ വീഡിയോ കണ്ടപ്പോൾ തന്നെ പിന്നെ ഞാൻ ഡിസ്ട്രാക്റ്റഡ്. പിന്നെ വീണ്ടും എഴുന്നേറ്റിരുന്ന് പഠിച്ചു. പിന്നെ എഴുന്നേറ്റിരുന്ന് പഠിക്കുന്നു, പൊസിഷൻ മാറ്റുന്നു ഒക്കെ തന്നെയാണ് ഇപ്പോഴത്തെ മെയിൻ ഹോബീസ്. ഓക്കെ,
പിന്നെ ഞാൻ എപ്പോഴും പഠിക്കുമ്പോൾ ഞാൻ മെയിനായിട്ട് ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പൊതുവേ ഇങ്ങനെ മെയിനായിട്ടുള്ള പോയിൻറ്റ്സ് ഉണ്ടല്ലോ അത് അണ്ടർലൈൻ ചെയ്യും പെൻസിൽ വെച്ചിട്ട്. വെറുതെ നമ്മൾ കൈ വെച്ചിട്ടൊന്ന് വരക്കും. അപ്പോൾ ദേ സമയമാണ് കാണിക്കുന്നത് 6:15 ആകാറായിട്ടുണ്ട്. സോ ഈ ഒരു ടൈമായി സോഷ്യൽ പഠിച്ച് തീരാറായപ്പം, തീരാറൊന്നും ആയിട്ടില്ല, ഞാൻ വിചാരിച്ചത് 3 ക്വസ്റ്റ്യൻസും 3 ടോപ്പിക്കാണ്. അപ്പോൾ 3 ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച്. ഒരു ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്തു, ഇനി 2 ടോപ്പിക്കും കൂടി ഉണ്ട്. 2 ടോപ്പിക്കിൻ്റെ ഹാഫേ കംപ്ലീറ്റ് ചെയ്തുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ കണ്ടോ ഡിസ്ട്രാക്റ്റഡായി. അതാണ് സംഭവം. നമ്മൾ പഠിക്കുന്ന കാര്യം പറഞ്ഞില്ലല്ലോ, പഠിക്കുമ്പോൾ ഞാൻ മെയിനായിട്ട് അണ്ടർലൈൻ ചെയ്യും. മെയിൻ പോയിൻറ്റ്സൊക്കെ ഇങ്ങനെ അണ്ടർലൈൻ ചെയ്തുകൊണ്ടേയിരിക്കും. അതാകുമ്പോൾ നല്ല രസമാണ്, നമുക്ക് പഠിക്കാൻ കുറച്ച് മൂഡുണ്ടാവും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ സ്ഥലം മാറി എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ റൂം അമ്മയൊക്കെ എഴുന്നേറ്റു. അപ്പോൾ ആ ഒരു റൂം ഫ്രീ ആയപ്പോൾ ഞാൻ നേരെ ഇരുന്നിട്ട് സോഷ്യലിൽ ഇതുപോലെ നോട്ട്സ് അങ്ങോട്ട് എഴുതാമെന്ന് വിചാരിച്ചു. നോട്ട്സ് അല്ല, ഇങ്ങനെ ഷോർട്ട് നോട്ട്സ്. ഇത് നമുക്ക് എക്സാമിൻ്റെ ടൈമിൽ ഹെൽപ്ഫുള്ളാവും. അപ്പോൾ നമ്മുടെ എക്സാമിൻ്റെ ടൈമിൽ എഴുതാനിരുന്ന് കഴിഞ്ഞാൽ ആ ഒരു ടൈമിൽ നമുക്ക് എന്തായാലും സമയം കിട്ടില്ലല്ലോ. സോ ഇപ്പോഴേ എഴുതി വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് പഠിക്കാനും പറ്റും. സോ അതാണ് ഞാൻ ഫുള്ള് വായിക്കുന്നുണ്ട്. ഇത് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൻ്റെ ആണെങ്കിലും നമ്മളിപ്പോഴാണ് സെറ്റാക്കി വെക്കുന്നത്. പിന്നെ ഞാൻ ഇങ്ങനത്തെ ഷോർട്ട് നോട്ട് ഉണ്ടാക്കുമ്പോൾ എന്താ ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എക്സാമിൻ്റെ ടൈമിൽ നമുക്ക് നോട്ട് എപ്പോഴും വായിച്ചുകൊണ്ട് നടക്കാൻ പറ്റില്ല. ബിക്കോസ് ഒരു എക്സാമിൻ്റെ തൊട്ട് മുന്നേ നമുക്ക് ഈ ഷോർട്ട് നോട്ട് നോക്കിയിട്ട് കയറി കഴിഞ്ഞാൽ നമ്മളെല്ലാം ഓർത്തിരിക്കും. ഒരു കീ പോയിൻറ്റ്സ് ഒക്കെ അതിനകത്ത് എഴുതിയാൽ മതി. എല്ലാ ടോപ്പിക്കിൻ്റെ ഒരു പോയിൻ്റ് വെച്ച് എഴുതിയാലും എല്ലാ ടോപ്പിക്കിൻ്റെ അത് ഓർക്കുമ്പോൾ തന്നെ നമുക്ക് ആ ടോപ്പിക്ക് തന്നെ ഓർമ്മ വരും. സോ അത് കാരണം അത് അത്ര വലിയ പണിയായിട്ട് തോന്നിയില്ല. പക്ഷെ നല്ലോണം എന്താ പറയുക, ഓർമ്മയും കിട്ടും. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഷോർട്ട് നോട്ട്. പിന്നെ എൻ്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ ആനുവൽ എക്സാമിന് ഇത് നല്ലോണം ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. ബിക്കോസ് ലാസ്റ്റ് ടൈമിലാണ് ഞാൻ സോഷ്യലിൻ്റെ ഒരു ചാപ്റ്റർ എടുക്കുന്നത്. ബാക്കിയെല്ലാം ഞാൻ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നുകൊണ്ട് അത് അത്ര പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഒരു ഹിസ്റ്ററിയുടെ ചാപ്റ്റർ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ഒന്നും മനസ്സിലായിട്ടില്ല. ABCD പോലും എനിക്ക് അതിൻ്റെ അറിയത്തില്ല. അതുകൊണ്ട് എനിക്ക് നല്ല പാടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്നൊന്നും പഠിച്ചെടുക്കാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ ഈ ഷോർട്ട് നോട്ട് ഉണ്ടാക്കിയിട്ട് ഷോർട്ട് നോട്ട് മാത്രം പഠിച്ചിട്ടാണ് പോയത്. പക്ഷെ നല്ല മാർക്ക് കിട്ടി കേട്ടോ. A1 കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഷോർട്ട് നോട്ട് ഉണ്ടാക്കാം. ഓക്കെ, ബൈ.